അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവർ, ജീവിക്കാൻ പോലും വീട്ടിലെ ചിലവ് പോലും നോക്കാൻ കയ്യിൽ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, മാത്രമല്ല സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവർ, മരിക്കുന്നതുവരെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തലകുനിക്കാതെ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള സാമ്പത്തിക ഐശ്വര്യമുണ്ടാകാൻ, സമ്പത്തിൽ ബർക്കത്തുണ്ടാകാൻ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ർ നിങ്ങൾ മഗ്‌രിബിൻ്റെ ശേഷം വെറും 10 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം നൽകും. നീ പോലും അറിയാതെ നിൻ്റെ കയ്യിൽ പൈസ വന്നു ചേരും. നിൻ്റെ എല്ലാ കടങ്ങളും വീട് കിട്ടും. നിൻ്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഉന്നത വിജയമുണ്ടാകും. നീ ഒരു ബിസിനസ് തുടങ്ങിയാൽ ആ ബിസിനസ്സിൽ നിനക്ക് ഉന്നത വിജയമുണ്ടാകും. മാത്രമല്ല നിൻ്റെ ജോലിയിൽ ബർക്കത്തുണ്ടാകും, നിൻ്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകും. നിനക്ക് അനാവശ്യമായിട്ടുള്ള ചിലവ് വരില്ല. നീ ദരിദ്രനാണെങ്കിൽ നിനക്ക് സാമ്പത്തിക ഐശ്വര്യമുണ്ടാകാനുള്ള പല മാർഗങ്ങളും നീ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നിനക്ക് എത്തിച്ചു തരും. ഈ ദിക്ർ നീ നിൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചോ. മഹത്തമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 4 നാമങ്ങൾ ചേർന്ന ഒരു ചെറിയ ഒരു ദിക്റാണ് ഇത്. ഇത് ചൊല്ലാൻ തന്നെ വലിയ ഒരു രസമാണ്. ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷവും സമാധാനവും ലഭിക്കും. അത്തരത്തിലുള്ള മഹത്വമേറിയൊരു ഇസ്മാണിത്. ഈ ഇസ്മിനി മഗ്‌രിബിൻ്റെ ശേഷം അല്ലെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് വെറും 10 പ്രാവശ്യം ധാരാളം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ചുരുങ്ങിയത് വെറും നീ ഒരു 10 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിൻ്റെ ജീവിതത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റിത്തരും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല വീട്ടിത്തരട്ടെ. ഇഹലോകത്തും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും വിജയം നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് പലർക്കും പറയാനുള്ള ഒരു പ്രയാസമാണ് സാമ്പത്തിക പ്രയാസം, കടങ്ങളാണ്. എന്നാൽ ആ കടം വീട്ടാൻ കഴിയുന്നില്ല. ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും കടം വാങ്ങേണ്ട അവസ്ഥ വരികയാണ്. അങ്ങനെ വലിയ ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോവുകയാണെന്നാണ് പലരും പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് എന്നല്ല നിങ്ങളുടെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യുകയുള്ളൂ. ബറക്കത്ത്, നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടെങ്കിലേ നമുക്ക് ദാരിദ്ര്യമില്ലാതെ കടമില്ലാതെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നമുക്ക് നല്ലൊരു കുടുംബജീവിതം ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകുക എന്നുള്ളത് മസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് ഉറപ്പാണ് നമ്മൾ പോലും ചിന്തിക്കാത്ത പല ചിലവുകൾ വന്ന് അത് നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലോ അല്ലെങ്കിൽ നമുക്കോ രോഗങ്ങൾ വന്നിട്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകും. അതിലൂടെ നമുക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും ഒരുപാട് ഭൂസ്വത്തുണ്ടെങ്കിലും അതൊക്കെ ചിലപ്പോൾ വിറ്റ് തുലയേണ്ടി വരും. വലിയ ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകും. അപ്പോൾ നമുക്ക് സമ്പത്ത് കുറവാണെങ്കിലും മാസവരുമാനം കുറവാണെങ്കിലും അതിൽ ബർക്കത്തുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാം. നമുക്ക് അനാവശ്യ ചിലവ് വരില്ല, നമുക്ക് രോഗങ്ങൾ വരില്ല, മറ്റ് സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും വരില്ല. അതാണ് ബർക്കത്തുണ്ടാകുക എന്ന് പറയുന്നത്. അപ്പോൾ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും വേണം. ബറക്കത്ത് എന്നുള്ളത് നമ്മുടെ സമ്പത്തിൽ മാത്രമല്ല വേണ്ടത്, നമ്മുടെ മക്കളിലും നമ്മുടെ സമയത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് വേണം. ചില മാതാപിതാക്കൾക്കൊക്കെ ഒരുപാട് മക്കളുണ്ടാകും, 10 മക്കളൊക്കെ ഉണ്ടാകും. എന്നാൽ ആ 10 മക്കളെ കൊണ്ടും ചിലപ്പോൾ ഉപകാരം ഉണ്ടായി എന്ന് വരില്ല. അത് കാരണം ആ മക്കളിൽ ബറക്കത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ
ചില മാതാപിതാക്കളിൽ 10 മക്കളുണ്ടെങ്കിൽ ഒരു മകനെ കൊണ്ട് നല്ല ഉപകാരമുണ്ടാകും. എന്നാൽ ആ മകന് ബർക്കത്തുണ്ട്. ബർക്കത്തുള്ളത് കൊണ്ടാണ് അവൻ മാതാപിതാക്കളെ നോക്കുന്നതും കുടുംബം നോക്കുന്നതും അവനക്ക് സമ്പത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതും അവന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതും. എന്നാൽ ചില മാതാപിതാക്കൾക്ക് ഒരൊറ്റ മകൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു മകൾ. എന്നാൽ ആ കുടുംബം സന്തുഷ്ടരായിരിക്കും, സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുന്നവരായിരിക്കും. ആ മകനെ കൊണ്ട് 10 മക്കൾ എന്നല്ല 100 മക്കളേക്കാൾ ഉപകാരമുണ്ടാകും. അത് ആ മകന് അല്ലാഹു സുബ്ഹാനഹു തആല അല്ലെങ്കിൽ ആ മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകിയത് കൊണ്ടാണ്. ബറക്കത്തുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു 100 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിലും ആ 100 രൂപക്ക് ലക്ഷങ്ങളുടെ വിലയുണ്ട്. ബറക്കത്തില്ലാത്ത 1,00,000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് ചിലപ്പോൾ നിമിഷ നേരം കൊണ്ട് ചിലവായി പോയേക്കാം. അത് നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കൊരു ഉപകാരവും അതുകൊണ്ട് ഉണ്ടാകില്ല. എന്നാൽ ബറക്കത്തുള്ള 1 രൂപയാണെങ്കിലും അത് നമുക്ക് ഫലം ചെയ്യും. അതുപോലെ തന്നെ സമയത്തിൽ ബറക്കത്തുണ്ട്. പലരും പറയുന്ന കാര്യമാണ്, സമയം പെട്ടെന്ന് കടന്നു പോവുകയാണ്, ഒന്നിനും സമയം കിട്ടുന്നില്ല. കുളിക്കാൻ സമയം കിട്ടുന്നില്ല, നഖം മുറിക്കാൻ സമയം കിട്ടുന്നില്ല, നിസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല, ഒന്നിനും സമയമില്ല എന്ന് പറയും. എന്നാൽ ബറക്കത്തുള്ള ആളുകൾക്കോ അതിനൊക്കെയും സമയം കിട്ടുന്നുമുണ്ട്. നമ്മുടെ വീട്ടിലുള്ള വലിയുപ്പ വലിയുമ്മ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ അവരുടെ നഖം വളരുമ്പോഴേക്കും വെട്ടും, അവരുടെ മുടി വെട്ടും, അവർ സമയത്തിന് കുളിക്കും, നിസ്കരിക്കും, അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. എന്നാൽ ചില മക്കൾ പറയും, എനിക്ക് നഖം വെട്ടാൻ സമയം കിട്ടുന്നില്ല, കുളിക്കാൻ സമയം കിട്ടുന്നില്ല, നിസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല, ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് പറയും. അതിനെന്താണ് കാരണം? ആ മകൻ്റെ സമയത്തിൽ ബറക്കത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. അതേ സമയം തന്നെയല്ലേ എല്ലാവർക്കും ഓരോ ദിവസവും ഉള്ളത്. 24 മണിക്കൂർ ഒരു ദിവസം, അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. എന്നാൽ ആ മകൻ്റെ മാതാപിതാക്കൾക്ക്, ആ മകൻ്റെ വീട്ടിലുള്ള വലിയുമ്മാക്ക് വലിയുപ്പാക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആ മകന് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് കാരണം പ്രിയപ്പെട്ടവരെ, അവൻ്റെ സമയത്തിൽ ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വാഹനത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ എല്ലാ മേഖലകളിലും ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ടെങ്കിലേ അതിൽ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ, സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. ദാരിദ്ര്യമില്ലാതെ, രോഗങ്ങളില്ലാതെ, കടങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് സമ്പത്തുണ്ടാകാൻ, ദാരിദ്ര്യമില്ലാതിരിക്കാൻ, കടങ്ങളില്ലാതിരിക്കാൻ നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഒക്കെ ബർക്കത്ത് ഉണ്ടായിരിക്കണം. സമ്പത്തിൽ ബർക്കത്തുണ്ടാകാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സമ്പത്ത് ഹലാലായിരിക്കണം. മറ്റുള്ളവരുടെ സ്വത്താകരുത്, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത സ്വത്താകരുത് നിങ്ങളുടെ കയ്യിൽ. മാത്രമല്ല, നിങ്ങളൊരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ, ജോലി ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തിക്കൊണ്ട്, അവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ലാഭം കൊയ്യരുത്. ആ ലാഭം കൊയ്താൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമാണ്. നിങ്ങളുടെ ഉള്ള സമ്പത്ത് വരെ നഷ്ടപ്പെടാൻ അത് കാരണമാകും. ഒരു 1000 രൂപ നിങ്ങൾ അങ്ങനെ ലാഭമെടുത്തിട്ടുണ്ടെങ്കിൽ 10,000-ലേറെ നിങ്ങൾക്ക് വലിയ നഷ്ടം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ എല്ലാ ബറക്കത്തും അതോടുകൂടി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ബർക്കത്ത് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണമാണ് ത്വയ്യിബല്ലാത്തത് വന്നു ചേർന്നാൽ ബർക്കത്ത് നഷ്ടപ്പെടും. ലോൺ എടുത്ത് നമ്മൾ കച്ചവടം തുടങ്ങിയാൽ, അതുപോലെ ഒരു വീടെടുത്താൽ, വാഹനം വാങ്ങിച്ചാൽ അതിലൊന്നും ബർക്കത്ത് ഉണ്ടാകില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുകയല്ല, പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ്. ലോൺ എടുത്ത്, അതായത് പലിശക്ക് വാങ്ങിക്കൊണ്ട് നമ്മൾ എന്ത് തന്നെ ചെയ്താലും അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ വളരെ വേഗത്തിൽ അടച്ചു വീട്ടുക. അന്നു മുതൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത സ്വത്ത്, മുതൽ, ലാഭം അതൊന്നും നമ്മുടെ സമ്പത്തിൽ വരരുത്.
പ്രധാനമായിട്ടും നമ്മുടെ ഭാര്യമാരുടെയൊക്കെ സ്വർണമുണ്ടല്ലോ, അവർക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ അത് വാങ്ങി അത് വിൽക്കുകയോ പണയത്തിൽ വെക്കുകയോ ചെയ്യരുത്. ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു സ്വഭാവമാണ്, വിവാഹം കഴിഞ്ഞാൽ ഒരു ആഴ്ച പോലും ആയിട്ടുണ്ടാകില്ല ഭാര്യമാരുടെ സ്വർണമെടുത്ത് ഒരു വാഹനം വാങ്ങിക്കും. ആ സമയത്ത് ഭാര്യമാർ എന്നൊക്കെ മൂളും. എന്നാലും ഭാര്യമാർക്ക് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ടാകില്ല. അധിക ഭാര്യമാർക്കും ഇഷ്ടമുണ്ടാകില്ല. ഇഷ്ടമുള്ളവരുണ്ടാകും, എന്നാലും ഒരു 95% ഭാര്യമാരും ഇഷ്ടപ്പെടാതെയായിരിക്കും ആ സ്വർണം തരുന്നത്. ആ സ്വർണം കൊണ്ട് വാങ്ങുന്ന ആ വാഹനം ഒരിക്കലും ബർക്കത്തുള്ളതാകില്ല. ആ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല. മാത്രമല്ല, ആ വാഹനത്തിൻ്റെ അടവ് കറക്റ്റ് അടക്കാൻ ചിലപ്പോൾ കഴിഞ്ഞി എന്ന് വരില്ല. മാത്രമല്ല, ആ വാഹനത്തോടുള്ള ഇഷ്ടം നിങ്ങൾക്കുണ്ടാകില്ല. ഒരു സന്തോഷവും ഒരു സമാധാനവും ഒരു റാഹത്തും ആ വാഹനം നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോഴും അതിൽ യാത്ര ചെയ്യുമ്പോഴും ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഭാര്യമാരുടെ സ്വർണമെടുത്ത് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുന്നതൊക്കെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാകും. അവർ സന്തോഷത്തോടുകൂടി തൃപ്തിയോടുകൂടി തരികയാണെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാകും. അല്ലാതെ നമ്മുടെ ഭാര്യയൊക്കെയാണ്, സംഭവം ശരിയാണ്, എന്നാലും അവരുടെ സ്വർണം അത് അവരുടേതാണ്, അവരുടെ വീട്ടുകാർ കൊടുത്തതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സ്വർണം ഒരിക്കലും ഭർത്താവിന് അവകാശപ്പെട്ടതല്ല. അതുകൊണ്ട് ആ ഒരു സ്വർണമെടുത്ത് നിങ്ങൾ വാഹനമെടുത്താലും ബിസിനസ് തുടങ്ങിയാലും മറ്റെന്ത് കാര്യങ്ങൾ ചെയ്താലും അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പരാജയമായിരിക്കും തരുക, ഭാര്യമാർക്ക് ഇഷ്ടമില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ സ്വത്ത്, നമ്മുടെ മുതൽ എല്ലാം ഹക്കായിരിക്കണം. അതിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടാത്ത ഒരു തരി പോലും മറ്റുള്ളവരുടെ സ്വത്തുണ്ടാകാൻ പാടില്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല വിജയമുണ്ടാകും, സമ്പത്തിൽ വർധനവുണ്ടാകും. മാത്രമല്ല, നിങ്ങളുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകും. അതോടൊപ്പം ഇഹലോകത്തും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വലിയ വിജയം നൽകുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകാൻ നമ്മുടെ സമ്പത്ത് ത്വയ്യിബായിരിക്കണം. അതായത് മറ്റുള്ളവരുടെ സ്വത്ത് അതിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ പലിശ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഹറാമായ സമ്പത്താകാനും പാടില്ല. ഹലാലായ സമ്പത്തായിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ള സമ്പത്താണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കടങ്ങളുണ്ടാകില്ല, ദാരിദ്ര്യമുണ്ടാകില്ല, സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ടാകില്ല. സമ്പത്തിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് മറ്റുള്ളവരോട് ആവലാതിയും വേവലാതിയും പറയേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ധാരാളം തന്നുകൊണ്ടേയിരിക്കും, സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. സമ്പത്ത് വർദ്ധിക്കാനുള്ള പല അവസരങ്ങളും പല മേഖലകളും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തുറന്നു തരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നല്ല സൂക്ഷ്മത പാലിക്കണം. അതായത് ഇറച്ചി കച്ചവടം ചെയ്യുന്നവർ, മീൻ കച്ചവടം ചെയ്യുന്നവർ, കോഴി ഇറച്ചി വിൽക്കുന്നവർ, അതുപോലെ തന്നെ ഹോട്ടൽ നടത്തുന്നവർ, ബേക്കറി സാധനങ്ങൾ വിൽക്കുന്നവർ, അതുപോലെ വെള്ളം വിൽക്കുന്നവർ, ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ മക്കളിൽ മൂന്നാലൊരു കാര്യത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരും. മക്കളാൽ വലിയ പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം സൂക്ഷിക്കണം. ഇത് കേട്ടിട്ട് നിങ്ങൾ ഇനി കച്ചവടം ചെയ്യുന്നവരൊക്കെ കച്ചവടം ചെയ്യാതിരിക്കണ്ട കേട്ടോ. കച്ചവടം ചെയ്യുന്നത് നല്ല മാർഗത്തിൽ ചെയ്താൽ മതി. ഏറ്റവും നല്ല ജോലിയാണ് കച്ചവടം എന്നുള്ളത്. പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ഏറ്റവും നല്ല തൊഴിലാണ് കൃഷി. കൃഷി കഴിഞ്ഞാൽ രണ്ടാമതാണ് കച്ചവടം. എന്നാൽ പല അഭിപ്രായവുമുണ്ട്. ചില മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കച്ചവടമാണ് പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും നല്ല തൊഴിൽ എന്നാണ്. അതുകൊണ്ട് കച്ചവടം നല്ല തൊഴിലാണ്. അത് നല്ല മാർഗത്തിൽ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നും നല്ല കൂലിയും ലഭിക്കും. അതുകൊണ്ട് കച്ചവടം ചെയ്യുന്നവർ, കൃഷി ചെയ്യുന്നവർ,
മറ്റ് കൈത്തൊഴിലുകൾ ചെയ്യുന്നവർ, മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, മറ്റ് സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവർ എല്ലാം നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യും. ആ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ ആ മക്കളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. ആ സമ്പത്ത് കൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന വാഹനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. ഇങ്ങനെ തുടങ്ങിയ ആ സമ്പത്ത് കൊണ്ട് നിങ്ങൾ എന്തെല്ലാം തുടങ്ങുന്നുവോ അതിലൊക്കെയും അല്ലാഹു വലിയ വിജയം നൽകും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഈ ദിക്ർ ചൊല്ലുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഈ കാര്യവും നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ. സമ്പത്ത് വർദ്ധിക്കാനാവശ്യമായ പല മേഖലകളും പല വഴികളും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തുറന്നു തരികയുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകുകയുമുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ മഹത്വമേറിയൊരു ദിക്റാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളിൽപ്പെട്ട 4 ഇസ്മുകൾ ചേർന്നിട്ടുള്ള ഒരു ദിക്റാണ്. ഈ ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ്, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രയാസവും ഉണ്ടാകില്ല. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും മാറിക്കിട്ടും, കടങ്ങൾ വീടിക്കിട്ടും, നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുകയും ചെയ്യും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ. എല്ലാവർക്കും ഇന്ന് സാമ്പത്തിക വിഷമങ്ങളാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും ഈ ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലാതെ പോകരുത്. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരുകയാണ്. ഈ ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ നീ പോലും അറിയാതെ നിൻ്റെ കയ്യിൽ പൈസ വന്നു ചേരും. അതുകൊണ്ട് ആ ദിക്ർ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിലേക്ക് എഴുതിയെടുക്കുകയോ ചെയ്യുക. ഒരു വട്ടം കണ്ടാൽ തന്നെ നമുക്ക് ഇത് മനഃപ്പാഠമാക്കാൻ സാധിക്കും. അത്രയും ചെറിയൊരു ദിക്റാണ് ഇത്. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ്. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ്. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ്. ഈ ഒരു ദിക്റാണ് നിങ്ങൾ ദിവസവും 10 പ്രാവശ്യം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ചുരുങ്ങിയത് ഒരു 10 പ്രാവശ്യം, കഴിയുമെങ്കിൽ നിങ്ങൾ 100 പ്രാവശ്യമോ ധാരാളമോ ചൊല്ലുക. എത്രയും ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഇത് ചൊല്ലി ഉറങ്ങുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറക്കം വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് 3 പ്രാവശ്യമല്ല 10 പ്രാവശ്യമല്ല ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഉറക്കം വരികയും ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസം മാറിക്കിട്ടും, കടങ്ങൾ വീടിക്കിട്ടും, ദാരിദ്ര്യം മാറിക്കിട്ടും, നിങ്ങളുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകും. മരണം വരെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ, തലകുനിക്കാതെ, അന്തസ്സോടുകൂടിയും അഭിമാനത്തോടുകൂടിയും ജീവിക്കാനുള്ള സാമ്പത്തിക ഐശ്വര്യം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട് മറക്കാതെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് തന്നെ നിങ്ങൾ ഇത് ചൊല്ലി തുടങ്ങുക. ഒരു ദിവസവും ഇടവിടാതെ ചൊല്ലുക കഴിയുന്നതും. ഇനി ചില ദിവസങ്ങളിൽ ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് ചൊല്ലാൻ കഴിയും. വെറും 10 പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട. മാത്രമല്ല ഇത് സ്ത്രീകൾക്ക് മെൻസസ് ഉള്ള സമയത്തും ചൊല്ലാം. സ്ത്രീകൾ മെൻസസ് ഉള്ള സമയത്തും ചൊല്ലാം. ഇത് സ്ത്രീകൾ ചൊല്ലുന്നതിലൂടെ അവരുടെ ഭർത്താക്കന്മാർക്കും സാമ്പത്തിക ഐശ്വര്യമുണ്ടാകും. ഭർത്താക്കന്മാരുടെ കടങ്ങൾ വീടിക്കിട്ടും, അവർക്ക് നല്ല ജോലി ലഭിക്കും, അവർക്ക് അവരുടെ ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ചയുണ്ടാകും, അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും, നിങ്ങളുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കലും നിങ്ങൾ മറക്കാതെ ഈ ഒരു ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരട്ടെ. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ. വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു സ്വന്തമായിട്ടൊരു വീടെടുക്കാനുള്ള സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ.
വീട് പണി തുടങ്ങി വെച്ചവരുടെ ആ വീട് പണി പൂർത്തിയാക്കാനുള്ള വഴി അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഇഹലോകത്തും നമുക്കെല്ലാവർക്കും വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.